നമ്മൾ 3 പേരെയല്ലേ തീയിലേക്ക് എറിഞ്ഞത്? ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം രാജാവേ, അവിടുത്തെ കയ്യിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും. ഇന്ധനം നൽകുന്ന സാന്നിധ്യം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഈ വിഷയത്തെക്കുറിച്ച് എഴുതുവാൻ ആരംഭിച്ചപ്പോൾ ആവർത്തനം 31:6 എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല. യഹോവ എൻ്റെ ബലമെന്ന് ആവർത്തിച്ച് പറയുവാൻ ഉപദേശം തന്ന ഈ വൃദ്ധമാതാവ് തന്നെ പ്രിയ കുഞ്ഞുങ്ങളോട് അടുത്ത ചിന്ത പറയട്ടെ. യഹോവ എൻ്റെ കൂടെ പോരുന്നു, അവൻ എന്നെ കൈവിടുകയില്ല എന്ന്. ഓരോ പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങുമ്പോഴും പ്രഭാതം മുതൽ പ്രദോഷം വരെ ആവർത്തിച്ച് ഈ വാക്ക് പറയുക, യഹോവ എൻ്റെ കൂടെ പോരുന്നു. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും സ്ത്രീ പുരുഷ ഭേദമന്യേ അനേകർ ജോലി ചെയ്യുന്നുണ്ട്. കുടുംബങ്ങളുടെ അസാന്നിധ്യത്തിൽ വേലയ്ക്കായി പോകുന്നു. ജോലി സ്ഥലത്തെ സംഘർഷം, കുടുംബത്തെ പിരിയുന്ന വിഷമം, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇവിടെ തകർന്നു പോകുകയല്ല വേണ്ടത്. യഹോവ എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ കൈവിടുകയില്ല എന്ന വാക്ക് ഓർത്ത് ധൈര്യപ്പെടുക. യഹോവൻ്റെ ബലമെന്ന് വിശ്വാസത്തോടെ പറയുക മാത്രമല്ല, അപ്പോൾ ആ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും വേണം. അതിനായി പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ദൈവവുമായുള്ള ബന്ധം പതിവാക്കുക. ഏത് പ്രതികൂലത്തെയും ഭയക്കാതെ ദൈവവുമായുള്ള ബന്ധം തുടർന്നാൽ ആ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കഴിയും. വിഷമകരമായൊരു സാഹചര്യം വരുമ്പോൾ പലരും കൂട്ടുകാരെയും ബന്ധുക്കളെയും വിട്ട് മാറി നിൽക്കും. ആരെങ്കിലും മുമ്പോട്ട് പോയാൽ അവരെ ഒന്ന് അനുമോദിക്കുവാൻ പോലും ആരും കാണുകയില്ല. ഒരു നല്ല വാക്ക് പറയാൻ വിമുഖത കാട്ടുന്ന ഈ ലോകത്തിൽ ഒരു ഹോട്ടൽ വെയിറ്റർ ചെയ്തത് എന്നെ അതിശയിപ്പിച്ചു. 2 അഗ്നിശമന സേനാംഗങ്ങൾ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് തീ അണച്ച ശേഷം കരിപുരണ്ട മുഷിഞ്ഞ വസ്ത്രവുമായി പ്രഭാത ഭക്ഷണത്തിന് ഹോട്ടലിലെത്തി. രാത്രി TV ന്യൂസിൽ ഈ ഹോട്ടലിലെ വെയിറ്റർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. എല്ലാവരും ഭയന്ന് ഓടിപ്പോയപ്പോഴും അഗ്നിയാൽ ഇന്ധനം പകർന്ന് അവർ തങ്ങളുടെ ദൗത്യം ഭംഗിയായി ചെയ്തു. പ്രഭാത ഭക്ഷണം അവർക്ക് നൽകിയ ശേഷം അവർക്ക് കൊടുക്കാനെടുത്ത ബില്ലിൽ അയാൾ ഇപ്രകാരം എഴുതി: അഗ്നിയാൽ ഇന്ധനം പകർന്ന് അനേകരുടെ ജീവൻ രക്ഷിച്ച നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇന്നത്തെ പ്രഭാത ഭക്ഷണം എൻ്റെ വകയാണ്. ഇത് കണ്ട അവർ അവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ നന്ദി പറഞ്ഞ് മടങ്ങി. ഇവിടെ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബാബേൽ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുവാൻ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 ചെറുപ്പക്കാർ തയ്യാറായില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, സാന്നിധ്യം അവരനുഭവിച്ചു. അവർ അതിൽ വിശ്വസിച്ചിരുന്നു. ശത്രുവിൻ്റെ ഭീഷണി അവരുടെ വിശ്വാസത്തെ തകർക്കുവാൻ മതിയായതല്ലായിരുന്നു. എരിയുന്ന തീച്ചൂളയിൽ ഇടുമെന്നും ചൂളയുടെ ചൂട് 7 ഇരട്ടി കൂട്ടുമെന്നും ഒക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി നോക്കി. എന്നാൽ 7 ഇരട്ടി ചൂട് കൂട്ടുമെന്ന് പറഞ്ഞപ്പോഴും
അവർ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ദൈവ സാന്നിധ്യത്തെ ആ ചൂളയിൽ ഇറക്കുവാൻ അവരുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പര്യാപ്തമായിരുന്നു. അവർ പറഞ്ഞത്, ആ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് കഴിയുമെന്നാണ്. അവരുടെ ആ ധൈര്യം ദൈവത്തെ പോലും അതിശയിപ്പിച്ചു. ദൈവം ഈ മൂവർ സംഘത്തെ സംരക്ഷിക്കുക മാത്രമല്ല, അവരോടൊപ്പം തീയിൽ നടക്കുകയും ചെയ്തുവെന്ന് ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. രാജാവ് ആ തീയിൽ അവരോടൊപ്പം നടന്ന നാലാമനെ കണ്ടു. രാജാവിന് അതിശയമായി. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന നമ്മോടൊപ്പം ഈ ദൈവ സാന്നിധ്യമുണ്ടെന്ന് മറ്റുള്ളവർ പറയുമോ? രാജാവ് എങ്ങനെയാ കണ്ടത്? രാജാവ് കണ്ടപ്പോൾ അത് ഓടി നടന്ന് എല്ലാവരോടും ചോദിച്ചു, നമ്മൾ 3 പേരെയല്ലേ ഇട്ടത്, ഒരാളൂടി ഇവിടെ ഉണ്ടല്ലോ. രാജാവ് മാത്രമേ ആ കാഴ്ച കണ്ടുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് രാജാവിന് മനസ്സിലായി. അപ്പോഴാണ് രാജാവ് വിളിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ തീയിൽ നിന്ന് പുറത്തു വരാൻ. കാരണം എന്താ? അവരുടെ ഒപ്പം തീയിൽ നടക്കുന്ന നാലാമനെ രാജാവ് കണ്ടു. നമ്മൾ വിശ്വാസികളാണെന്ന് അഭിമാനിക്കും, ആണെന്ന് എല്ലാവരോടും പറയും. പക്ഷേ നമ്മുടെ ഒപ്പം ദൈവസാന്നിധ്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ നാം ധൈര്യത്തോടെ ദൈവഹിതമനുസരിച്ച് ജീവിച്ചാൽ ശത്രു ഏത് പ്രതികൂല അഗ്നിയുമായി എത്തിയാലും നാം പേടിക്കേണ്ട കാര്യമില്ല. പ്രതികൂലാഗ്നിയിലും ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും പ്രശ്നപരിഹാരകൻ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. തീയിൽ പുതുജീവൻ നൽകുന്ന സാന്നിധ്യം ലഭ്യമായാൽ അഗ്നിയിൽ അകപ്പെടുമ്പോൾ ഭാരപ്പെടേണ്ട, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്ന് ധൈര്യത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാം. പുതുജീവൻ നൽകുന്ന സാന്നിധ്യമാണ് അവിടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. പുതുജീവൻ നൽകുവാൻ തീയിലിറങ്ങുന്ന സാഹചര്യം പോലെ പുതിയ ദൗത്യമേൽപ്പിക്കുവാനും തീയിലിറങ്ങി വരുന്ന ഒരു ദൈവത്തെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് കാണുവാൻ കഴിയും. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പല വഴിയിൽ കൂടി കടത്തിവിട്ട് പല പാഠങ്ങൾ പഠിപ്പിച്ച ശേഷമാണ്. കൊട്ടാര അഭ്യസനം കഴിഞ്ഞപ്പോൾ ഇത്രോയുടെ ആടുകളെ മേയ്ക്കുന്ന ദൗത്യം മോശയ്ക്ക് നൽകി. 40 വർഷമുള്ള കാത്തിരിപ്പും പ്രയത്നവും വൃഥാവാക്കാതെ സ്വഭാവ രൂപീകരണത്തിനായി ദൈവം ഈ സമയം അവനെ ഉപയോഗിച്ചു. തുടർന്ന് കാട്ടുതീ കണ്ട ഒരു സാധാരണ ഇടയനെ പുതിയ ഒരു ദൗത്യം തനിക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം നിയോഗിക്കുന്നു. അതിൻ്റെ ആദ്യ പടി എന്നോണം മരുഭൂമിയുടെ അങ്ങേ അറ്റത്തേക്ക് അവനെ കൊണ്ടുപോകുന്നു. ദൈവം പലപ്പോഴും ഇങ്ങനെ ആളുകളെ വിളിക്കുന്നതും ദൗത്യമേൽപ്പിക്കുന്നതും അവരുടെ സുഖസൗകര്യങ്ങളിൽ നിന്ന് വിളിച്ചിട്ടല്ല, പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ അവരെ പുറത്തു കൊണ്ടുവരും. പരിചിതമായ സാഹചര്യങ്ങളിലാണെങ്കിൽ ഈ വിളി സ്വീകരിക്കാൻ പലർക്കും മടി വരും. എന്നാൽ പരിമിതമായ സാഹചര്യത്തിൽ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുമ്പോൾ അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവരെ ദൗത്യമേൽപ്പിക്കും. പത്രോസിനെ നമുക്കൊന്ന് നോക്കാം. പത്രോസിനെ എങ്ങനെയാണ് വിളിച്ചത്? അന്ന് അവൻ അധ്വാനിച്ചു, അവനൊന്നും കിട്ടിയില്ല. പടക് നിറച്ച് മീൻ കിട്ടിയിരുന്നെങ്കിൽ യേശുവിൻ്റെ വിളിക്ക് അവൻ ശ്രദ്ധിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ്റെ പടക്
ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ പടകിൽ കയറിയവൻ സ്വല്പം കൂടെ പടക് മുൻപോട്ട് നീക്കി അവനോട് ആവശ്യപ്പെട്ട ശേഷം ആ പടകിലിരുന്ന് വചനം പറഞ്ഞു. അത് കഴിഞ്ഞാണ് അവനോട് പറഞ്ഞത്, ആഴത്തിലേക്ക് നീക്കി വലയെറിയ. ഇനി ശൗലിനെ നമുക്കൊന്ന് നോക്കാം. എല്ലാവരെയും ഉപദ്രവിക്കാൻ അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് പോയവനാ. അവനെയും ആ പോയ വഴിയില ദൈവം വിളിച്ചത്. അതും വിളിക്കുമ്പോൾ അവൻ്റെ കണ്ണ് കാണാൻ വയ്യാതായി. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ശബ്ദം അവൻ കേട്ടത്. ഇതുപോലെ ചില സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ പുറത്തു കൊണ്ടുവന്ന ശേഷമാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഹോരേബ് പർവ്വതത്തെ ദൈവത്തിൻ്റെ പർവ്വതമെന്നും സീനായ് പർവ്വതമെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. പുതിയ ദൗത്യം ഏൽക്കേണ്ട മോശയോട് വിളിച്ചവൻ്റെ പരിശുദ്ധി ദൈവം വ്യക്തമാക്കും. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിലെ ചെരുപ്പൂരണം. പുതിയ ദൗത്യം ഏൽപ്പിക്കേണ്ട മോശയോട് തൻ്റെ പരിശുദ്ധി അറിയിക്കുകയാണ്. മോശ കണ്ട തീ ഭയങ്കരമെന്ന് പറയാൻ കാരണം എന്താ? തീ വലിയതായിട്ട് കത്തുന്നുണ്ട്, പക്ഷേ എങ്ങും ഒന്നും കത്തി നശിക്കുന്നില്ല. കാരണം പരിശുദ്ധൻ്റെ സാന്നിധ്യമാണ്. നാം നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് നമ്മളെ മനസ്സിലാക്കിയത് എങ്ങനെയാ? നിന്റെ കാലിലെ ചെരുപ്പൂരുക എന്ന് ദൈവം കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ആലയത്തിനകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുക. നാം കയറുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് ചിന്തയോടെ ആലയത്തിൽ കടക്കുക. തൃത്വത്തിൻ്റെ ഈ അഭ്യസനം തുടർന്ന് 10 കൽപ്പനകൾ സ്വീകരിക്കാൻ സീനായ് പർവ്വതത്തിൽ കയറുവാനുള്ള ഒരു പരിശീലനമായിരുന്നു. മോശയെ ദൈവം അതിനായി ഉപയോഗിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ പുതിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാൻ, പുതിയ ജീവൻ നൽകുന്ന സാന്നിധ്യം തരുവാൻ ദൈവം മതിയായവനാണ്. അഗ്നിയിൽ ഇറങ്ങി നമ്മുടെ കർത്താവ് ഇന്ധനം നൽകുന്നവനാണ്. ആ ദൈവത്തെ നമുക്കും വിശുദ്ധിയോടെ സ്വീകരിക്കാം. കം ക്ലോസ് ടു ഗോഡ് ആൻഡ് ഗോഡ് വിൽ കം ക്ലോസ് ടു യു. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 8. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഭയപ്പെടാറുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ നിശ്ചയമായും നമ്മോട് കൂടെ വരുന്നവനാകുന്നു എന്ന് വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, മനുഷ്യൻ്റെ ഹൃദയം അവൻ തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു എന്നടിയങ്ങൾ വചനത്തിൽ വായിക്കുന്നു. ഞങ്ങളുടെ കാലടികളെ അങ്ങ് ക്രമപ്പെടുത്തണമേ. അങ്ങയ്ക്ക് ഇഷ്ടമില്ലാത്ത വഴിയിൽ ഞങ്ങൾ യാത്ര ചെയ്യാൻ സമ്മതിക്കല്ലേ. പോകേണ്ട പാതയിൽ ഞങ്ങളെ നടത്തി. ഏത് പ്രതികൂലത്തിലും ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും അഗ്നിയിലിറങ്ങി ഞങ്ങളോടൊപ്പം നടക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ചെങ്കടലായാലും അതിനെ ഭാഗിച്ചു തരാൻ മുമ്പിൽ പോകുന്ന ദൈവത്തിൻ്റെ ദൂതൻ, ശത്രു കാണാതെ ഞങ്ങളെ മറയ്ക്കുന്നവൻ, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കൃപ തരണം. പലപ്പോഴും ഞങ്ങൾ പതറിപ്പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. എന്നാൽ പതറിപ്പോകുന്ന അനുഭവത്തിലും ഭയക്കാതെ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിമർശിക്കുന്നവരെ, പരിഹസിക്കുന്നവരെ
കണ്ട് ഭയപ്പെട്ട് ഞങ്ങൾ വചനം അടച്ചു വയ്ക്കുന്നവരായിട്ടല്ല, വചനത്തിൻ്റെ ആഴത്തിലേക്ക് ചെന്ന് ആ മുത്തുമണികൾ പെറുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അവിടുന്ന് കൂടിയിരിക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഈ മലയാളം മെസ്സേജ് തയ്യാറാക്കിയത് അവതരിപ്പിച്ചതും ശാന്തമാവും. താങ്ക് യു.